ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു റിവ്യൂ പറയാൻ പോകുന്നത്, അതായത് 6 മന്ത് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ വിവോ X200 പ്രോവിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ സാധനത്തിൻ്റെ പ്രൈസ് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല കേട്ടോ. 94,999 തന്നെയാണ് ബൈയിങ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. കാർഡ് ഡിസ്കൗണ്ട് 7,000 രൂപ കിട്ടും. അത് മാത്രമേ തന്നെയുള്ളൂ. നിങ്ങൾക്ക് പ്രീ ആക്ടിവേറ്റഡ് ഡിവൈസൊക്കെ 80 രൂപയ്ക്കൊക്കെ ചില കടക്കാരൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. ചെക്ക് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ. EMI നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വിവോൻ്റെ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കുക കേട്ടോ. എന്നുവെച്ചാൽ ഇത് കമ്പനി ഇതിൻ്റെ എന്താ പറയുക പ്രൈസും കാര്യങ്ങളൊന്നും കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 6 മന്ത് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ X300 സീരീസ് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ചൈനയിൽ അടുത്ത മാസം ഇറങ്ങും. ഒക്ടോബർ ലാസ്റ്റ് ആയിട്ടാണ് ഇറങ്ങാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ചൈനയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നോർമലി ഒരു 1 to 2 മന്ത്സിൻ്റെ ഉള്ളിലാണ് ഇന്ത്യയിലേക്ക് വരാറ്. അപ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ അടുത്ത ഇയർ എൻഡ് സ്റ്റാർട്ടിങ്ങിൽ വരും, അല്ലെങ്കിൽ ഈ എന്താ പറയുക 2025 എൻഡ് സമയത്ത് വരും. അപ്പോൾ എന്തായാലും പ്രൈസ് കൂടുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ 2 മോഡലിൽ തന്നെ വരുന്നുണ്ടാവുള്ളൂ, X300 X300 പ്രോവും. ഡിസൈനും വലിയ കാര്യമുള്ള ചേഞ്ചസ് ഒന്നും ഇല്ല. പക്ഷേ ഈ സൈഡൊക്കെ അവർ ഫുള്ളി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഓൾറെഡി ഇതിൻ്റെ ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഇതേപോലത്തെ ഈ ചേഞ്ചസ് ഒന്നും വലിയ ഡിഫറൻസ് ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ X200 അൾട്രയിൽ വന്ന പോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു ഹമ്പ് ഉണ്ടല്ലോ, അത് കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടി പ്രൊട്രൂഡിങ് ആക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം ഹെവിയാണ്. അപ്പോൾ ഇനിയും എന്താ വെച്ചാൽ അൾട്രാ സീരീസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയും ഇതിനായിട്ടും ഹെവിയാണ് സാധനം. പ്രത്യേകിച്ച് ടോപ്പ് ഹെവിയാണ്. അപ്പോൾ ഈ ക്യാമറ ഹമ്പിൻ്റെ കുഴപ്പമാണത്. പക്ഷേ പറയുമ്പോൾ നല്ല ക്യാമറ സെറ്റപ്പുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒന്നൊരു പറയാൻ പോകുന്നത് എന്താ പറയുക ഒരു യൂസർ റിവ്യൂ ആണ്. എന്താ പറയുക 6 മാസത്തെ പ്രാക്ടിക്കൽ യൂസർ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഇതിൻ്റെ പ്രോസും കോൺസും ആയിട്ട് എടുത്ത് പറയും. അപ്പോൾ പിന്നെ അത് ഈസി ആയിരിക്കും. ആദ്യത്തെ പ്രോസിൽ നമുക്ക് എന്തായാലും പറയാവുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കിടിലൻ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ എൻ്റെ ഈ സാധനം 2-3 വട്ടമൊക്കെ വീണിട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ സ്ക്രീനുമ്പോൾ നോക്കിയാൽ ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഇട്ടേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു അൾട്രാ തിൻ കേസാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടില്ല, ഓഫ്ലൈനാണ് ഇതാണ് ഇട്ടേക്കുന്നത്. പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. പക്ഷേ എന്താ പറയുക സ്ക്രാച്ചസും സംഭവങ്ങളൊക്കെ രക്ഷിക്കാൻ, അത് പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറ മൂവ്മെൻ്റൊക്കെ നല്ലതാണ്. സ്ക്രീൻ ഗാർഡ് ഞാൻ സെപ്പറേറ്റ് വേറെ നോട്ടിച്ചിട്ടില്ല. ഇൻബിൽഡായിട്ട് കമ്പനി വരുന്ന സ്ക്രീൻ ഗാർഡ് തന്നെയാണ്. ഇപ്പോൾ ഇതുമ്പോൾ തന്നെ ഇഷ്ടംപോലെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് 2-3 വട്ടം സാധനം നിലത്തൊക്കെ വീണുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡാമേജസും കല്ലുമ്മയ്ക്കൊക്കെ വീണുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ്, എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. എന്താ പറയുക അലുമിനിയം ബിൽഡ് സാധനങ്ങളൊക്കെയാണ് വരുന്നത്. എന്താ വെച്ചാൽ അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറ ബോഡി ചെയ്യുമ്പോൾ ഞാൻ ഈ കേസ് ഇപ്പോൾ റീസെൻ്റ് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള കേസിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്യാമറേൻ്റെ ആ സ്ഥലത്തൊന്നും സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും എൻ്റെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരു ബിൽഡ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ പറയാവുന്ന സംഭവം തന്നെ. അപ്പോൾ ടോപ്പ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. രണ്ടാമത്തെ പറയുന്നത് സ്ക്രീനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലാറ്റ് സ്ക്രീനാണ് ഇഷ്ടം. ഇപ്പോൾ ഇതിൻ്റെ ഫ്ലാറ്റ് എന്ന് പറയാം, പക്ഷേ ഇതിൻ്റെ അറ്റത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു കർവ് വരുന്നുണ്ടല്ലോ, നമ്മുടെ OnePlus 13 വരുന്ന പോലെ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടമല്ല. ഫുള്ളി ഫ്ലാറ്റ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ ആകുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് വേറെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനൊക്കെ കുറച്ച് പണിയാണ്. കടയിൽ പോയിട്ട് ഒട്ടിക്കേണ്ടി വരും. എന്താ വെച്ചാൽ ചെറുതായിട്ട് ഞാൻ നോർമലി സ്ക്രീൻ ഗാർഡൊക്കെ ഞാൻ തന്നെ ഒട്ടിക്കാറ്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക ഈ നമ്മുടെ ടെമ്പർ ഗ്ലാസ് ഒക്കെ ഒട്ടിക്കുമ്പോൾ കുറച്ച് പണി കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും സ്ക്രീനിൻ്റെ കാര്യത്തിൽ ടോപ്പ് നോട്ട് സ്ക്രീൻ തന്നെയാണ് വരുന്നത്. നമ്മൾ 120 Hz വരുന്ന LTPO സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് എന്താ പറയുക നമ്മുടെ സാംസങ്ങിൻ്റെ സ്ക്രീൻ അല്ലാന്ന് തോന്നുന്നുണ്ട്. അത് ചൈനീസ് വേരിയൻ്റ് സ്ക്രീൻ തന്നെയാണ്. പക്ഷേ ടോപ്പ് നോച്ച് സ്ക്രീൻ തന്നെയാണ്, ഒന്നും പറയാനില്ല. കളറൊക്കെ ഉണ്ട്, നല്ല കിടിലൻ കളറൊക്കെയാണ്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് കാര്യം പറയണമല്ലോ, അൾട്രാസോണിക് ആണ്, ഭയങ്കര ക്യുക്കാണ്, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കണ്ടു. അതുപോലെ തന്നെ നിങ്ങൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഈ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യാൻ കുറച്ച് പാടുപെടും. അത് ഏത് ബ്രാൻഡായാലും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായിന്. നമ്മുടെ ഡിസ്പ്ലേ അത് നിങ്ങൾക്ക് ഗെയിമിങ്ങിനായിക്കോട്ടെ, എന്താ പറയുക മീഡിയ കൺസപ്ഷൻ ആയിക്കോട്ടെ, ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേനെ നമുക്ക് പ്രോസിൽ തന്നെ പറയേണ്ടി വരും. പിന്നെ അടുത്തത് മൂന്നാമത്തെ പറയുന്നത് ബാറ്ററിയാണ്. ബാറ്ററി ചാർജിങ്ങും ബാറ്ററി ബാക്കപ്പും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ സെപ്റ്റംബറിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ബാറ്ററിയുടെ പെർഫോമൻസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8 to 9 hour സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 90 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ക്യുക്കായിട്ട് തന്നെ ചാർജ് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾമോസ്റ്റ് 6 മാസമായി ഉപയോഗിക്കുന്നു. ഇപ്പോഴും ഞാൻ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് ഫീച്ചറൊക്കെ നമുക്ക് ഇതിലും വന്നിട്ട് ആൻഡ്രോയിഡിലും ഉണ്ട്. ജസ്റ്റ് നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ബാറ്ററിയുടെ സെക്ഷനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടു ബാറ്ററി ഹെൽത്ത് ആൻഡ് ചാർജിങ്. ആ ചാർജിങ്ങിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ 100% തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. 20ൻ്റെ താഴെ പോകാണ്ടിരിക്കാൻ നോക്കുക. ഒരു 95-96 ഒക്കെ ആകുമ്പോൾ ചാർജിങ് നിർത്തിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ബാറ്ററി ഹെൽത്ത് കൂട്ടാൻ പറ്റും.
ഒരിക്കലും ഇതുപോലെ തന്നെ 10ന് താഴെയൊന്നും പോകാണ്ടിരിക്കാൻ നോക്കുക ചാർജ് ബാറ്ററി. അതുപോലെ തന്നെ 100% ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി ബാറ്ററി ബാക്കപ്പ്, ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. പിന്നെ അത് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് 2-3 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും 100% ഇരിക്കുന്നല്ല പറയണത്. നമുക്ക് 6 മാസത്തിലൊക്കെ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് 100% താഴെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ചാർജിങ് ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. എന്താ വെച്ചാൽ അത്രയും പെട്ടെന്ന് നോർമലി പോവില്ല, അല്ലെങ്കിൽ പിന്നെ അത്രയും ഹെവി യൂസ് ആയിരിക്കണം. എന്താ വെച്ചാൽ ഫുൾ ടൈം നമ്മുടെ കടയിലൊക്കെ കണ്ടിട്ടില്ലേ, ഫുൾ ടൈം ഓൺ ആക്കി വെക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇതിൽ ചാർജിങ് ലിമിറ്റ് ചെയ്യാം. 80% ആകുമ്പോൾ കട്ട് ഓഫ് ചെയ്യാനുള്ള പരിപാടി ലിമിറ്റ് ചെയ്ത് വെക്കാം. ഓവറോൾ ബാറ്ററി ഹെൽത്ത് അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നല്ലത് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ബാറ്ററി പ്രോസിൽ തന്നെ കിടക്കാം. 4ാമത്തേത് പറയുന്നത് ക്യാമറയാണ്. ഞാൻ അതിൻ്റെ സാമ്പിളും കാര്യങ്ങളൊന്നും കാണിച്ചു തരണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വേണമെങ്കിൽ എന്തായാലും കുറച്ച് സാമ്പിൾസ് ഒക്കെ കൊടുക്കാം. പക്ഷേ കിടിലൻ ക്യാമറ സെറ്റപ്പാണ്. കുറച്ച് ഒരു നെഗറ്റീവ് പറയുന്നത് ഇതിൻ്റെ സെൽഫിയിലാണ്. സെൽഫിയിൽ നമുക്ക് ഓട്ടോ ഫോക്കസും കാര്യമൊന്നും വരുന്നില്ല. പക്ഷേ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ നല്ല ക്വാളിറ്റി ഫോട്ടോസൊക്കെ തന്നെയാണ് ഉണ്ടാവും. വലിയ കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. പക്ഷേ ഒരു ഹൈ എൻഡ് ഒരു ക്യാമറ ഫോൺ ആകുമ്പോൾ നമുക്ക് ആ സാധനത്തിൽ ഓട്ടോ ഫോക്കസ് ഇല്ല എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ റിയർ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി ക്യാമറ മോശം തന്നെ പറയേണ്ടി വരും. പിന്നെ ക്യുക്കാണ്, ഒരു ഇഷ്യൂസും കാണണമെന്നില്ല. ഇതാണ്ടു അതിൻ്റെ ഇത് കുറയ്ക്കാം കേട്ടോ, സൂം ചെയ്യുമ്പോൾ ഒക്കെ. അപ്പോൾ ക്യാമറ എന്തായാലും പ്രോസൽ തന്നെയാണ്. 5ാമത്തേന്ന് പറയുന്നത് നമ്മുടെ പെർഫോമൻസ് ആണ്. പറയുമ്പോൾ 9400 എന്ന് പറഞ്ഞ ഡയമൻസിറ്റിയുടെ പ്രൊസറാണ്. പക്ഷേ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയായിട്ട് നോട്ടീസ് ചെയ്തിട്ടില്ല. പറയുമ്പോൾ ഇതിൽ കുറച്ച് ബഗ്ഗുകളും കാലത്ത് ഞാൻ എന്തായാലും കോൺസിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻലി പ്രോസിൽ പറയാനുള്ളത്. ഇനി കോൺസിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ സംഭവം സോഫ്റ്റ്വെയർ ആണ്, ഫൺ ടച്ച് OS ആണ്. എന്തായാലും ഫൺ ടച്ച് OS മാറാൻ പോവാണ്, ഒറിജിനൽ OS വരാൻ പോവാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇത്രയും കാലം ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ബഗ്ഗി ആയിട്ട് വരുന്ന ഒരു OS തന്നെയാണ് ഫൺ ടച്ച് OS. ഭയങ്കര ബഗ്ഗി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്താൽ ഞാൻ ഇതിൽ സ്റ്റക്കായിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്സ് ഞാൻ ഇതിലോട്ട് കണ്ടിട്ടുണ്ട്. ക്യാമറയിൽ ചില സമയത്ത് ഫോഴ്സ് ക്ലോസ് ആവുന്ന ഇഷ്യൂസ് കണ്ടിട്ടുണ്ട് ആപ്പിലൊക്കെ. അപ്പോൾ അത് ബഗ്സിൻ്റെ ഇഷ്യൂസാണ്, അത് ഫൺ ടച്ച് OSൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ തന്നെയാണ് മെയിൻ കോൺ എന്ന് പറയാനുള്ളത്. 2ാമത്തേന്ന് പറയുന്നത് നമുക്കിത് എന്താ പറയുക, ഈ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മുടെ സെൽഫി ക്യാമറ, അതിനെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ റിയർ ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെൽഫി ക്യാമറ ഒരു നോട്ട് അപ് ടു ദ മാർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നൊരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പൊട്ടയൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ഇതിൻ്റെ സാമ്പിൾ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈ എൻഡ് ക്യാമറ X സീരീസ് ഫോൺ ആയതുകൊണ്ട് തന്നെ അവർ 2 സൈഡും നോക്കേണ്ടതായിരുന്നു. എന്തായാലും ഇനി അടുത്ത് വരാനുള്ള മോഡലൊക്കെ അത് എന്തായാലും അവർ മാറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാൽ X200 FE തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലവർ ഓട്ടോ ഫോക്കസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്യാമറ ഇതിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ X200 FE വന്ന നമ്മുടെ ആ AI മോഡൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് സെൽഫിയിൽ. അതായത് നമുക്ക് നമ്മുടെ വിൻ്റർ മോഡും അതൊക്കെ മാറ്റാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ അപ്ഡേറ്റ് ചെയ്തൊരു അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ 3ാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത് കോൺസിൽ അപ്ഡേറ്റ്സ് നമ്മുടെ OnePlusൻ്റെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് അല്ല. വരുന്നുണ്ട് എല്ലാ മാസവും. പക്ഷേ നമ്മുടെ OnePlus വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അപ്പോൾ ഗൂഗിൾ പിക്സലായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായിട്ട് ആദ്യം അപ്ഡേറ്റിൽ ഇതിലാണ് വരിക. സാംസങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് അപ്ഡേറ്റ്സ് കുറച്ച് സ്ലോ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബറത്തെ അപ്ഡേറ്റ് തന്നെ നമ്മൾ OnePlusലും ഈ സാധനത്തിലൊക്കെ നമ്മൾ ലേറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിൽ വന്നത്. അപ്പോൾ ബാക്കിയുള്ള ഈ OS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് കുറച്ച് സ്ലോ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഗ്ഗിയാണ്. അതാണ് ഒരു മെയിൻ കുറച്ച് കോണുകൾ നമ്മൾ ഫീൽ ചെയ്തത്. അല്ലാണ്ട് നമുക്ക് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്കിതിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കേസ് സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. അത് ഈ X സീരീസ് വിവോൻ്റെ ഹൈ എൻഡ് ഫോൺ ആയതുകൊണ്ടാവാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ പിക്സൽ ഫോൺ എടുക്കുകയാണെങ്കിലോ സാംസങ്ങിൻ്റെ ഫോൺ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഐഫോൺ എടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഒരു ക്ഷാമവും ഇല്ല. ഏത് ബ്രാൻഡിൻ്റെ ഏത് ഹൈ എൻഡ് സൗത്ത് കൊറിയൻ ബ്രാൻഡ് ഏത് സാധനത്തിൻ്റെ ആയാലും നമുക്ക് ടോപ്പ് ക്വാളിറ്റി കേസുകൾ കിട്ടും. അപ്പോൾ ഇതിന് അങ്ങനത്തെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അത് ഇത്രയും കാലമായിട്ട് സോൾവ് ആയിട്ടും ഇല്ല, ഇനി സോൾവ് ആവാൻ പോകുന്നോ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ചാൽ ഭയങ്കര ഷോർട്ടാണ് ഇതിൻ്റെയൊക്കെ നല്ല കേസുകളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്തു. അത് ഒരു കോണിൽ പെടുത്താമെന്ന് വിചാരിക്കണം. എന്ന് വെച്ചാൽ അതൊരു ഷോർട്ടേജ് തന്നെയാണല്ലോ. നമുക്ക് കമ്പനി തരുന്ന കേസൊക്കെ എന്തായാലും യെല്ലോ ആവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അത് എടുത്ത് പറയേണ്ട ഒരു കോണായിട്ട് എനിക്ക് തോന്നി. പക്ഷേ മെയിൻ ഒരു ഫോണിൻ്റെ കോണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതൊരു കോണാണല്ലോ. അല്ലാത്ത പക്ഷേ നമുക്ക് വേറെ ഇഷ്യൂസും ഇതുമായിട്ട് നമുക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫേസ് ചെയ്തിട്ട് വന്നിട്ടില്ല കേട്ടോ. ടോപ്പ് ക്വാളിറ്റി സംഭവം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇത്രയും കാലമായിട്ട് കിട്ടിക്കുന്നത്.
അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് കോൾ ക്വാളിറ്റിയിലോ സംഭവത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. അത് പ്രോസിലും പറയാൻ പറ്റില്ല, കോൺസിലും പറയാൻ പറ്റില്ല. അതൊരു മീഡിയം വേണമെങ്കിൽ പറയാം, വൈഫൈ ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പ്രോസിലും കോൺസിലും അത് പറയാൻ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോസും കോൺസായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് ഈ X200 Pro എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ 94 അല്ലെങ്കിൽ ഒരു 87, 88 റുപ്പീസിന് നിങ്ങൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ S24 Ultra നമുക്കൊരു 73 റുപ്പീസിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പും കാര്യമൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് വിവോൻ്റെ ഒരു അൽഗോരിതം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഭയങ്കര ബൂസ്റ്റ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസിൽ ഒരു രക്ഷയില്ല, അതിന് വേറെ ലെവലാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ 2 കമ്പാരിസൺ വേറെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് ഈ റേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ iPhone 17 കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ Pixel 10 കിട്ടും. അപ്പോൾ ഇപ്പോൾ കുറേ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ സെൻട്രിക് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധനം എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് സോഫ്റ്റ്വെയർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടച്ച് ചോയ്സ് എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. എന്തായാലും അത് മാറുന്നുണ്ട്. ഞാൻ എന്തായാലും എനിക്ക് ഒറിജിനോയ്സിൻ്റെ ബീറ്റ വെർഷൻ പ്രോഗ്രാം ഞാൻ സൈനപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ബീറ്റ വെർഷൻ കിട്ടും. അപ്പോൾ അത് എൻ്റെ ഒരു എന്താ പറയുക, എന്തായാലും ഈ ഫണ്ടച്ച് വോയ്സിൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എന്തായാലും ഒറിജിനോയ്സ് മാറ്റുന്നതാണ് ഞാൻ എൻ്റെ ഒരു വിചാരം. എന്തായാലും ഭയങ്കര ഹെവി ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്തായാലും ഈ ബഗ്ഗി ആയിട്ടുള്ള കുറേ എന്താ പറയുക സംഭവങ്ങളൊക്കെ എന്തായാലും മാറുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും സംശയം കാണാൻ തന്നെ കമൻറ്റ് ചെയ്താൽ മതിട്ടാ. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. ഇത് കുറേ പേര് ചോദിച്ചു ഈ സാധനം എപ്പോഴും എടുക്കണമെന്ന് സംബന്ധിച്ചിട്ട് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ഫീൽഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്താൽ മതി. ടെലിഗ്രാം ചാനലുണ്ട്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഈ കോറീസുകളൊക്കെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ നോക്കട്ടോ. ടെലിഗ്രാമിൽ നമ്മൾ ലിങ്ക്സുകളും ഡീൽസുകളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഫോളോ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അടുത്ത് വേണം ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനും മറക്കണ്ട.